പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് പി എസ് സിക്ക് മാത്സിന് ചോദിക്കുന്ന ബോർഡ് മാസ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഇപ്പോൾ പി എസ് സി എഴുതുന്നവർക്കെല്ലാം ബോർഡ് മാസ് എന്താണെന്നുള്ളത് അറിയാം, എങ്കിലും അറിയാത്തവർ കാണും. അപ്പം അവർക്കായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ പി എസ് സിയുടെ റീസെൻ്റായിട്ട് നടന്ന എക്സാമിന് ബോർഡ് മാസിൻ്റെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ബോർഡ് മാസ് എന്ന് പറയുന്നതും എന്താണ്? ബോർഡ് മാസ് എന്ന് വെച്ചാൽ ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ എന്നാണ്. അതായത് ഞാൻ എക്സാമ്പിളായിട്ട് പറയുകയാണ്. ഇപ്പം നമ്മളിവിടെ ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. അവിടെ 10 - 5 + 10 ÷ 2 × 5 എന്നാണ്. അപ്പം ഈ ഒരു പ്രോബ്ലം ബോർഡ് മാസ് റൂള് അറിയാത്ത ഒരാളാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും? ആദ്യം ഈ 10നെ 5 കൊണ്ട് കുറയ്ക്കും, എന്നിട്ട് ആ കിട്ടുന്ന ആൻസറിനെ 10 കൊണ്ട് കൂട്ടും, ഈ കൂട്ടിക്കിട്ടുന്ന ആൻസറിനെ 2 കൊണ്ട് ഹരിക്കും, പിന്നെ കിട്ടുന്ന ആൻസറിനെ × 5 ചെയ്യും. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ആ ആൻസർ എന്ത് ചെയ്യും? ഓപ്ഷനിൽ കാണും. നമ്മൾ കറുപ്പിക്കും, നമ്മൾ വിചാരിക്കും എന്താണ് നമ്മുടെ ആൻസർ ശരിയാണ്, പക്ഷേ തെറ്റാണ്. ഇങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂളാണ് ബോർഡ് മാസ് റൂള്. ബോർഡ് മാസ് എന്ന് വെച്ചാൽ എന്താണെന്നോട് ഞാൻ പറയാം. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അതായത് എന്താണ്? ബ്രാക്കറ്റ്സ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഇതിൽ ബി എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ്സ് ആയിരിക്കും. അതായത് ക്വസ്റ്റ്യനിൽ ബ്രാക്കറ്റ്സ് ഉണ്ട്, അത് വേണം നമ്മൾ ആദ്യം ചെയ്യാൻ. രണ്ടാമത് വരുന്നതാണ് ഓഫ് എന്ന് പറഞ്ഞാൽ. ഓഫ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും വിചാരിക്കേണ്ട. ഓഫ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ. ഈ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ മൾട്ടിപ്ലൈ ചെയ്യുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനിവിടെ കാണിക്കാം. ഇപ്പം എക്സാമ്പിളായിട്ട് ഇപ്പം ബ്രാക്കറ്റിനകത്ത് ഒരു സംഖ്യയും പിന്നെ ബ്രാക്കറ്റിനകത്ത് വേറൊരു സംഖ്യയും തന്നാൽ അതിൻ്റെ അർത്ഥം അവിടെ എന്താണ്? ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക എന്നതാണ്. അതായത് ആ രണ്ട് സംഖ്യയും ബ്രാക്കറ്റിൽ രണ്ട് സംഖ്യ എന്നാൽ അതിൻ്റെ അർത്ഥം അവിടെ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഓഫ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അടുത്ത വരുന്നതാണ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഹരിക്കാം. നാലാമത്തെയാണ് മൾട്ടിപ്ലിക്കേഷൻ, ഗുണിക്കാം. അഞ്ചാമത്തെ അഡീഷൻ, വ്യവകലനം. 4 സബ്ട്രാക്ഷൻ, കുറയ്ക്കാം. അങ്ങനെ 1, 2, 3, 4, 5, 6 ഈ 6 എണ്ണം വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഫസ്റ്റ് ബ്രാക്കറ്റ്, രണ്ടാമത് ഓഫ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ, മൂന്നാമത് ഡിവിഷൻ, നാലാമത് മൾട്ടിപ്ലിക്കേഷൻ, അഞ്ചാമത് അഡീഷൻ, ആറാമത് സബ്ട്രാക്ഷൻ. അപ്പം ഈ ഓർഡറിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം നിങ്ങൾക്ക്. ഇവിടെ ഞാനൊരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ ബോർഡ് മാസ് റൂൾ ഉപയോഗിച്ചും ബോർഡ് മാസ് റൂൾ ഉപയോഗിക്കാതെയും ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ബോർഡ് മാസ് റൂൾ ഉപയോഗിക്കാതെ ഈ പ്രോബ്ലം ഒന്ന് ചെയ്യാം. 15 - 3 × 5 + 6 ÷ 3. അപ്പം ഞാനിത് ബോർഡ് മാസ് റൂൾ ഉപയോഗിക്കാതെയാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം 15/3 എന്ന് പറയുമ്പോൾ എത്ര? 12 × 5 + 6 ÷ 3. അടുത്ത എന്താണ്? 12 × 5 ചെയ്യുക. 12 × 5 എന്ന് പറയുന്നത് നമുക്കറിയാം എത്രയാണ്? 12 × 5 എന്ന് പറയുന്നത് 60 ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, എങ്കിലും ചെയ്ത് നോക്കാം. ഓക്കെ, 60 കിട്ടി. 60 പ്ലസ് ബാക്കി 6 ÷ 3. 6 ÷ 3. അപ്പം നമുക്കറിയാം 60 + 6 എത്രയാണ്? 66. 66 ÷ 3. നമുക്ക് സൈഡിലോട്ട് ചെയ്ത് നോക്കാം. 66 ÷ 3. ഒരു 3 3 26. ഒരു 3 3 26. നമുക്ക് ആൻസർ കിട്ടി 22. ഓക്കെ അല്ലേ? ഇനി ഇതേ പ്രോബ്ലം ഞാൻ ബോർഡ് മാസ് റൂൾ ഫോളോ ചെയ്ത് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഡിഫറൻസ് അപ്പം മനസ്സിലാവും. 15 - 3 × 5 + 6 ÷ 3. ബോർഡ് മാസ് റൂൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പി എസ് സിക്ക് എക്സാമിന് പോയാലും നിങ്ങൾ എന്ത് ചെയ്യണം? സൈഡിലായിട്ട് ബോർഡ് മാസ് എന്ന് എഴുതുക. ഓക്കെ അല്ലേ? ബോർഡ് മാസ് എന്ന് എഴുതുക. എന്നിട്ട് ഓരോന്നും വെട്ടി കളഞ്ഞാൽ മതി. അപ്പം നമുക്കിവിടെ നോക്കാം. ഇവിടെ ബ്രാക്കറ്റ് ഉണ്ടോ? ഇല്ല. ഓഫ് ഉണ്ടോ? ഇല്ല. ഡിവിഷൻ ഉണ്ടോ? ഉണ്ട്. ഡിവിഷൻ ഉണ്ട്. അപ്പം ഫസ്റ്റ് ചെയ്യേണ്ടത് ഡിവിഷനാണ്. ഓക്കെ, ഇവിടെ എത്രയാണ് ഡിവിഷൻ വന്നേക്കുന്നത്? അപ്പം ഇവിടെ വന്നേക്കുന്ന ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 6 ÷ 3. അപ്പോൾ ഈ 6 ÷ 3 വേണം നമ്മൾ ആദ്യം ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മൾ പി എസ് സി എഴുതുമ്പോൾ സ്റ്റെപ്പിനല്ല ആൻസറിനാണ്, പക്ഷെ നമ്മൾ ചെയ്യുമ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സായിട്ട് ചെയ്യുക. അപ്പം 15/3 × 5 പ്ലസ് നമുക്കറിയാം ഇവിടെ സൈൻ ഒന്നും മാറുന്നില്ല. നമ്മൾ ഈ
ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പം 6/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6/3 എന്ന് പറഞ്ഞാൽ 2 അല്ലേ? ആ 2 ഇവിടോട്ട് എഴുതുക. അപ്പം 15 - 3 × 5 + 2. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിവിഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ അല്ലേ? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ? ഉണ്ട്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഏതാ? 3 × 5 അല്ലേ? 3 × 5. അപ്പോൾ നമുക്ക് അടുത്ത ഇത് ചെയ്യണം, 3 × 5 ചെയ്യണം. അപ്പോൾ നമുക്ക് എഴുതാം 15 - 3 × 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 പ്ലസ് 2. അപ്പം എപ്പോഴും നമ്മൾ ചെയ്യേണ്ടതുണ്ട് അവിടെ ഒരു അണ്ടർലൈൻ ചെയ്തിട്ട് അതിന് കിട്ടിയ ആൻസർ വേണം അടുത്ത സ്റ്റെപ്പിൽ എഴുതാനായിട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ 15 - 15 + 2. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് അഡീഷനാണ്. അഡീഷൻ എന്ന് വെച്ചാൽ കൂട്ടുക. ഇവിടെ നമ്മൾ കൂട്ടാനുള്ളത് എത്രയാണ്? -15 + 2. ഇവിടെ വരുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. അതായത് നമ്മൾ അഡീഷൻ ചെയ്യുമ്പം എപ്പോഴും പോസിറ്റീവ് സംഖ്യയായിട്ട് വേണം നമ്മൾ അഡീഷൻ ചെയ്യാനായിട്ട്. ഇവിടെ നോക്കിക്കുകയും ഇവിടെ -50 + 2 ആണ്. അപ്പോൾ ഈ -50 എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് സംഖ്യയല്ലേ? അപ്പം നെഗറ്റീവ് ഒരിക്കലും പോസിറ്റീവ് സംഖ്യയായിട്ട് ആഡ് ചെയ്യാൻ പാടില്ല. അപ്പം ഇവിടെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും അഡീഷൻ ചെയ്യുമ്പം 2 പോസിറ്റീവ് സംഖ്യകളുമായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ആഡ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പം ഇവിടുത്തെ കേസിൽ എന്താണ്? -50 ഒരു നെഗറ്റീവ് സംഖ്യയല്ലേ? അപ്പം നമ്മൾ അതുമായിട്ട് ആഡ് ചെയ്യത്തില്ല. ഇവിടെ എന്തുണ്ട്? പ്ലസ് പോസിറ്റീവ് ഉണ്ട്, അതായത് +15 ഉണ്ട്. അപ്പോൾ അതുമായിട്ട് വേണം അഡീഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കൊന്ന് റീറൈറ്റ് ചെയ്ത് എഴുതാം. അപ്പം ഈ -5 നമ്മൾ എടുക്കുന്നില്ല. പിന്നുള്ള പോസിറ്റീവ് 15 ഉണ്ട്, 15. അപ്പം അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം 50 + 2 - 50 എന്ന് വരും. അപ്പം ഈ അഡീഷൻ്റെ കേസിൽ മാത്രമുള്ളൂ ഇങ്ങനൊരു കോൺസെപ്റ്റ് വരുന്നത്. സോ അല്ലാതെ ഒരു വ്യത്യാസമില്ല. അപ്പം അഡീഷൻ ചെയ്യുമ്പോൾ മാത്രം നമ്മളെപ്പോഴും പോസിറ്റീവ് സംഖ്യയായിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. അപ്പം ഇവിടെ വരുമ്പോൾ 15 + 2 എത്രയാണ്? 17. 17 - 15 2. ആൻസർ നമുക്ക് എത്ര കിട്ടി? 2 കിട്ടി. വ്യത്യാസം കണ്ടോ? അപ്പോൾ ഓപ്ഷനിൽ 22 കാണും, 2 കാണും. അപ്പോൾ നമുക്ക് കിട്ടിയത് നമ്മൾ ബോർഡ് മാസ് റൂൾ ഫോളോ ചെയ്ത് കിട്ടുമ്പോൾ 22. അപ്പോൾ ഓപ്ഷൻ കാണുമ്പോൾ നമ്മൾ അത് കറുപ്പിക്കും. നമ്മൾ പരീക്ഷ ഇറങ്ങി വരുമ്പോഴായിരിക്കും അത് നമ്മൾ തെറ്റാന്ന് മനസ്സിലാക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം? ബോർഡ് മാസ് റൂൾ വെച്ചിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമുക്കിനിയും കൂടുതൽ എക്സസൈസിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പം ബോർഡ് മാസ് എന്ന് പറഞ്ഞ സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങൾക്കൊരു പ്രോബ്ലം കിട്ടുകയാണെങ്കിൽ അതിലാദ്യം നോക്കേണ്ടത് എന്താണ്? ബ്രാക്കറ്റ്സ് ഉണ്ടോ എന്ന് നോക്കുക. ബ്രാക്കറ്റ്സ് ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യുക. ഓഫ് എന്ന് പറയുമ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ, അതായത് 2 സംഖ്യ 2 ബ്രാക്കറ്റിനകത്ത് തരുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അതിനുശേഷം വേണം നമ്മൾ ഡിവിഷൻ ചെയ്യാൻ, അത് കഴിഞ്ഞിട്ട് വേണം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ, അത് കഴിഞ്ഞിട്ട് വേണം അഡീഷൻ ചെയ്യാൻ, അത് കഴിഞ്ഞ് വേണം സബ്ട്രാക്ഷൻ ചെയ്യാൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഫോർമാറ്റിൽ ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുന്ന കറക്റ്റ് ആൻസർ. ഓക്കെ, നമുക്കിവിടെ ഈ പ്രോബ്ലം ചെയ്യാം. ഇവിടെ എന്ന് പറയുമ്പോൾ 10 - 5 + 10 / 2 × 5. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതൊരു പ്രോബ്ലം ചെയ്യാൻ പോകുമ്പോഴും സൈഡിൽ എന്തെന്ന് എഴുതി വെക്കണം? ബോർഡ് മാസ് എന്ന് എഴുതി വെക്കണം. എങ്കിലേ നമുക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ മറന്നു പോകും. അപ്പോൾ എഴുതി വെക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പം ബോർഡ് മാസ് എഴുതി. ബി ഉണ്ടോ? ബ്രാക്കറ്റ് ഉണ്ടോ? ഇവിടെ ഇല്ല. ഓഫ് ഉണ്ടോ? ഓഫും ഇല്ല. ഡിവിഷൻ ഉണ്ടോ? ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട എന്താണ്? ഡിവിഷൻ ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഡിവിഷൻ. ഇവിടെ ഡിവിഷൻ വന്നേക്കുന്നത് 10 / 2. അത് വേണം നമ്മൾ ആദ്യം ചെയ്യാനായിട്ട്. എന്നിട്ട് വേണം അടുത്തതിലേക്ക് പോകാൻ. അപ്പം ഫസ്റ്റ് ചെയ്യേണ്ടത് 10 / 2. അപ്പോൾ നമ്മൾ ആദ്യം 10/2. 10/2 നമുക്കറിയാം 5 ആൻസർ. അപ്പോൾ നമുക്ക് താഴത്തേക്ക് എടുത്തെഴുതാം. 10 - 5 + 10/2 എത്രയാണ്? 5. അത് കിട്ടിയ ആൻസർ ഇവിടെ എഴുതുക, × 5. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. സോ ഡിവിഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ എന്താണ്? പിന്നെ അടുത്ത എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ? ഉണ്ട്. 5 × 5. അപ്പം അടുത്ത രണ്ടാമത് ചെയ്യേണ്ടത് എന്താണ്? മൾട്ടിപ്ലിക്കേഷനായ 5 × 5 ചെയ്യാം. അപ്പോൾ നമുക്ക് 5 × 5 നമുക്കറിയാം. 5 × 5 എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട്? 5 × 25. ആൻസർ കിട്ടിയല്ലോ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 10 - 5 + 5 × 5 എത്രയാണ്? 25. ആ ആൻസർ ഇവിടോട്ട് എഴുതുക. ഓക്കെ അല്ലേ? അങ്ങനെ മൾട്ടിപ്ലിക്കേഷനും കഴിഞ്ഞു. അടുത്ത എന്താ ഉള്ളത്? അഡീഷൻ, കൂട്ടുക. ഇവിടെ ഏതൊക്കെയാണ് അഡീഷൻ ചെയ്യേണ്ടത്? ഇവിടെ പ്ലസ് വന്നേക്കുന്നത് നമ്മൾ എക്സാമ്പിളിൽ പറഞ്ഞ അതേ കേസിലെ സംഭവമാണ് ഇവിടെയും വന്നിരിക്കുന്നത്.
അതായത് ഇവിടെ കണ്ടോ -5 + 25. ഇവിടെ എന്താ സംഭവം, നമ്മൾ എക്സാമ്പിൾ കാണിച്ചപ്പോഴും പറഞ്ഞ പോലെ ഇവിടെ ആഡ് ചെയ്യുന്നത് ഒരു നെഗറ്റീവ് സംഖ്യയുടെ കൂടെയാണ്. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് അഡീഷൻ ചെയ്യുമ്പോൾ എപ്പോഴും രണ്ടും പോസിറ്റീവ് ആയിരിക്കണം, പോസിറ്റീവ് സംഖ്യയായിട്ടേ അഡീഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഇത് പോസിബിൾ ആണോ? അല്ല. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഇവിടെ അപ്പുറത്ത് 10 ഉണ്ട്, 10 എന്താണ് ഒരു പോസിറ്റീവാണ്. അപ്പോൾ 25നെ 10 കൊണ്ട് കൂട്ടുക, അല്ലെങ്കിൽ 25 + 10 - 5 എന്ന് നമുക്ക് എന്ത് ചെയ്യാം, റീറൈറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം, 25 + 10 എത്രയാണ്? 35. 35 - 5. അടുത്തത് സബ്ട്രാക്ഷൻ ആണല്ലോ. 35 - 5 എത്രയാണ്? 30. നമുക്ക് ഓക്കെ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് വായിക്കാം. 14 + 4 ഡിവൈഡഡ് ബൈ 2 + 3 × 3 + 5. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും ബോർഡ് മാസ് എന്ന് സൈഡിൽ എഴുതിയിട്ടേക്കുക. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ബ്രാക്കറ്റ് ഉണ്ടോ? ഇല്ല. ഓഫ് വല്ലതും ഉണ്ടോ? ഇല്ല. ഡിവിഷൻ ഉണ്ടോ? ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? ഡിവിഷൻ. ഇവിടെ ഡിവിഷൻ എത്രയാണ്? 4/2. അപ്പോൾ ഈ 4/2 വേണം ഫസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എഴുതാം, 14 + 4/2 എത്രയാണ്? 4/2 എത്രയാണ്? 2. ആ 4/2ന് കിട്ടിയ ആൻസർ എഴുതുക, 2. അടുത്ത സൈൻ ഏതാണ്? പ്ലസ് 3 × 3 + 5. ഓക്കെ അല്ലേ? സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പം ഡിവിഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് ഏതാ ഉള്ളത്? മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ? ഉണ്ട്. ഇവിടുത്തെ മൾട്ടിപ്ലിക്കേഷൻ ഏതാ? 3 × 3. അപ്പോൾ അത് വേണ്ട രണ്ടാമത് ചെയ്യാൻ, 3 × 3. ഓക്കെ. അപ്പോൾ 3 × 3 എന്ന് പറയുന്നത് എത്രയാണ് ആൻസർ? 3 അല്ലേ? ആ കിട്ടിയ ആൻസർ വേണം അടുത്ത സ്റ്റെപ്പിൽ എഴുതാൻ. ഇവിടെ സൈൻ ഒന്നും മാറുന്നില്ല, ആൻസർ മാത്രം നമ്മൾ എടുത്ത് എഴുതുന്നുള്ളൂ, സൈൻ എല്ലാം അതേപോലെ തന്നെ. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിൽ എങ്ങനെ എഴുതാം? 14 + 2 + 3 × 3 നമുക്ക് എത്ര കിട്ടി? 9 എന്ന് കിട്ടി. ആൻസർ അവിടോട്ട് എഴുതുക, +5. ഇനി എന്തോ വേണം? സബ്ട്രാക്ഷൻ ഒന്നുമില്ല, അപ്പം നിരത്തി പിടിച്ചാൽ കൂട്ടുക. ഇവിടെ കൂട്ടുമ്പോൾ എത്രയാണ്? 14 + 2 എത്രയാണ്? 16. 16 + 9 എത്രയാണ്? 25. 25 + 5 എത്രയാണ്? 30. മുമ്പേ നമുക്ക് 30 കിട്ടി, ഇപ്പോഴും 30 കിട്ടി. സിമ്പിളല്ലേ? വളരെ സിമ്പിളാണ്. ഓക്കെ. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ വരുന്നത് 5 + 25 ഡിവൈഡഡ് ബൈ 5 × ബ്രാക്കറ്റിൽ 3 - 2. ഓക്കെ അല്ലേ? അപ്പം ഇവിടെ ബ്രാക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പ്രോബ്ലം ചെയ്യാൻ പോകുമ്പം സൈഡിലായിട്ട് എന്ത് എഴുതണം? ബോർഡ് മാസ് എന്ന് എഴുതിയിട്ട് വേണം നമ്മൾ പ്രോബ്ലം ചെയ്യാൻ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് ബ്രാക്കറ്റ് ഉണ്ടോ? ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റിലുള്ളത് വേണം ഫസ്റ്റ് ചെയ്യാൻ. അപ്പം ബ്രാക്കറ്റ് ഉണ്ട്. ഇവിടെ ബ്രാക്കറ്റിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? 3 - 2. 3 - 2 എത്രയാണ്? 1. ബ്രാക്കറ്റിലുള്ളത് വേണം ഫസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന ഏതാണ്? 3 - 2 ആണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് 5 + 25 ഡിവൈഡഡ് ബൈ 5 × ബ്രാക്കറ്റിൽ സബ്ട്രാക്ഷൻ. പക്ഷേ ബ്രാക്കറ്റിലായതുകൊണ്ട് നമ്മൾ അത് വേണം ഫസ്റ്റ് ചെയ്യാൻ. അപ്പോൾ അത് നമുക്ക് എഴുതാം, 3 - 2 1. ബ്രാക്കറ്റ് കഴിഞ്ഞു. ഓഫ് ഉണ്ടോ? ഇല്ല. സോ അടുത്തത് ഡിവിഷൻ ഉണ്ട്. ഇവിടെ ഡിവിഷൻ എത്രയാണ്? 25 ഡിവൈഡഡ് ബൈ 5. നമുക്കറിയാം, നമുക്ക് ചെയ്ത് നോക്കാം. 25 ഡിവൈഡ് ബൈ 5 എത്രയാണ്? 5 × 25. 5 ആൻസർ വരും. 5 ആണ് ആൻസർ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് 5 + 25 ഡിവൈഡഡ് ബൈ 5. ആ കിട്ടിയ ആൻസർ എത്രയാണ്? 5 × 1. മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ? ഉണ്ട്. ഏതാ മൾട്ടിപ്ലിക്കേഷൻ? 5 × 1. 5 × 1 എത്രയാണ്? 5 തന്നെയല്ലേ? അടുത്ത സ്റ്റെപ്പിൽ എഴുതാം നമുക്ക്. 5 + 5 × 1 5. ഇനി എന്തുണ്ട്? അഡീഷൻ, സബ്ട്രാക്ഷൻ ഒന്നുമില്ല. 5 + 5 10. ആൻസർ എത്ര കിട്ടി? 10. ആൻസർ 10 കിട്ടിയില്ലേ? അപ്പം ഇതാണ് നമ്മുടെ ആൻസർ 10. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ 3 പ്രോബ്ലംസാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പം ഇനി പ്രോബ്ലംസ് ചെയ്യണമെന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയുക, എങ്കിൽ ഞാൻ പുതിയതായിട്ട് വീഡിയോ ചെയ്യും.
അപ്പോൾ നിങ്ങൾക്ക് ബോർഡ് മാസ് എന്ന് പറയുന്നത് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഈ റൂള് പഠിച്ചു വെക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക.